ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 13 വെള്ളിയാഴ്ച ഒട്ടനവധി സിനിമകൾ ഇന്ന് തിയേറ്ററിലെത്തുന്നുണ്ട്. അതേസമയം നിലവിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ നിലവിൽ കേരളത്തിൽ അത്യാവശ്യം മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമ പ്രകമ്പനം തന്നെയാണ്. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ സാഗർ സൂര്യ, ഗണപതി, അല്ലമീൻ, മല്ലിക സുകുമാരൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 14-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 23 ലക്ഷം രൂപയാണ്. അങ്ങനെ 10,41 ലക്ഷം രൂപയാണ് 14 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ 14 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 16,50,00,000 റേഞ്ചിലാണ്. ജയറാം നായകനായി ജി പ്രജിത്ത് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 വെള്ളിയാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ആശകൾ 1000. കാളിദാസ് ജയറാം, ആശ ശരത്ത്, ഷറഫുദ്ദീൻ, ഇഷാനി കൃഷ്ണ, ആനന്ദ് മൻമഥൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 7-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 18 ലക്ഷം രൂപയാണ് ഈ സിനിമ ഇന്നലെ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 7 ദിവസം കൊണ്ട് കേരളത്തിൽ 3,99,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ ആദ്യ 7 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5-5.5 കോടി റേഞ്ചിലുമാണ്. റഹ്മാൻ, ഭാവന എന്നിവർ പ്രധാന താരങ്ങളായി റിയാസ് മാറാത്ത തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് അനോമി. ഈ സിനിമ 7-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 8 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 7 ദിവസം കൊണ്ട് കേരളത്തിൽ 1,61,00,000 സ്വന്തമാക്കിയ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 2 കോടി റേഞ്ചിലുമാണ്. ഇന്ദ്രൻസ് നായകനായി ജോൺ പോൾ ജോർജ് തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 5 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ആശാൻ എന്ന സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,30,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 8 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 1,55,00,000 രൂപയും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ബിജു മേനോൻ, ജോജു ജോർജ്, ലെന എന്നിവർ പ്രധാന താരങ്ങളായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ജനുവരി 30 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ഈ സിനിമ 14-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 2,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 14 ദിവസം കൊണ്ട് കേരളത്തിൽ 5,72,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7,90,00,000, 8 കോടി റേഞ്ചിലാണ്. അഭിഷാൻ ജീവന്ത്, അനശ്വര രാജൻ എന്നിവർ പ്രധാന താരങ്ങളായി മദൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്നത് മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് വിത്ത് ലവ്. ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് കേരളത്തിൽ 23,20,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് 12 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 14,05,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് 3 കോടി ഉൾപ്പെടെ 17,05,00,000 രൂപയാണ് ആദ്യ 7 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ഉബൈനി തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ശുക്രൻ. ഷൈൻ ടോം ചാക്കോ, ബിപിൻ ജോർജ്, ആദിയ പ്രസാദ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 7-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,80,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ കേരളത്തിൽ 30 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. ബോർഡർ 2 ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 21 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 91 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 379 കോടി 10 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വിദേശ കളക്ഷനായി 55 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 434 കോടി 10 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒഫീഷ്യൽ കണക്ക് പ്രകാരം 450 കോടി പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് ജനുവരി 22 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ചത്താ പച്ച. അർജുൻ അശോകൻ, വിശാഖ നായർ, റോഷൻ മാത്യു, മമ്മൂട്ടി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 22 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 17 കോടി 38 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ 10 ദിവസത്തിനിടയിലും ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും പുറത്തു വന്നിട്ടില്ല. എങ്കിലും 36 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. നിവിൻ പോളി നായകനെ അരുൺ വർമ്മ സംവിധാനം ചെയ്ത് ജനുവരി 23 തിയേറ്ററിൽ നിലവിൽ പരാജയം ഏറ്റുവാങ്ങിയ മലയാള സിനിമയാണ് ബേബി ഗേൾ. ഈ സിനിമയുടെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ 4 കോടി 10 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 കോടി 20 ലക്ഷം രൂപയുമാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ കളക്ഷനായി 5 കോടി 30 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ വിദേശത്ത് നിന്ന് $2,10,000, അതായത് 1 കോടി 90 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 7 കോടി 20 ലക്ഷം രൂപയാണ് ഫൈനൽ കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.